الحمد لله الذي ألف بين قلوب المؤمنين فجعلهم إخوة متحابين متآزرين، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا محمد عبده ورسوله اختاره بعلمه وأتمنه على وحيه، واختار له خير الآل والأصحاب أعوانا فآمنوا به وعزروه وقروه وجاهدوا في الله حق جهاده صلى الله وسلم وبارك عليه وعلى آله وأزواجه وأصحابه والتابعين لهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. സ്നേഹാദരരായ വിശ്വാസിനികളെ, റബ്ബുൽ ആലമീനായ അല്ലാഹുവെ ഭയപ്പെട്ട് അവൻ്റെ തീരുമാനങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും കീഴടങ്ങി മരണം വരെയും മുത്തഖികളായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുക. മനുഷ്യരിൽ ലോകം കണ്ട ഏറ്റവും നല്ലവരായ ഒരു നേതാവിൻ്റെ അഥവാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുദ്ധ മനസ്കരും ത്യാഗിവര്യന്മാരുമായ ഒരു അനുയായി വൃന്ദത്തിൻ്റെ ശിഷ്യഗണങ്ങളുടെ അഥവാ സ്വഹാബ കിറാമിന്റെ ശ്രേഷ്ഠതയെ പറ്റിയാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കിയത്. അല്ലാഹുവിന്റെ റസൂൽ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യന്റെ, നല്ലൊരു സുഹൃത്തിന്റെ, നല്ലൊരു പിതാവിന്റെ, മാതൃകായോഗ്യനായ ഭർത്താവിന്റെ, അനുകരണീയ വ്യക്തിത്വമുള്ള ഒരു ഭരണാധികാരിയുടെ ചരിത്രമാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാറുള്ളത്. റസൂൽ എന്താണോ കൊണ്ടുവന്നത് അത് ചോദ്യം ചെയ്യാതെ, യാതൊരു നിബന്ധനയും മുന്നോട്ട് വെക്കാതെ സ്വമനസാലെ സർവാത്മന അംഗീകരിച്ച ഒരു മഹാ വ്യക്തിത്വത്തിന്റെ ജീവചരിത്രം. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ സൂറത്ത് സുമറിലെ 33-34 ആയത്തിൽ വല്ലദീ ജാഅ ബിസ്സുദ്ഖി വസദ്ദഖ ബിഹി ഉലൈകൽ മുത്തഖൂൻ, സത്യം കൊണ്ടുവന്നവരും വസദ്ദഖ ബിഹി ആ സത്യത്തെ അംഗീകരിച്ചവരും ഉലൈക ഹുമുൽ മുത്തഖൂൻ, അവരാണ് മുത്തഖികൾ. ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം, അവർക്ക് അല്ലാഹുവിന്റെ അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ എന്താണോ അവർ ആഗ്രഹിക്കുന്നത് അത് കിട്ടും. ദാലിക ജസാഉൽ മുഹ്സിനീൻ, അതാണ് സത്കർമ്മം ചെയ്യുന്ന ആളുകൾക്കുള്ള പ്രതിഫലം. അല്ലദീ ജാഅ ബിസ്ദിഖി, ആരാണ് സത്യം കൊണ്ടുവന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂലുള്ളാഹിയാണ്. വല്ലദീ സദ്ദഖ ബിഹി, അതിൽ ആരാണ് വിശ്വസിച്ചത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അലി ഇബ്നു അബീ ത്വാലിബാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ജനനം ഖുറൈശ് ഗോത്രത്തിലെ ബനൂ തമീം വംശത്തിൽ ആമുൽ ഫീൽ അഥവാ ആനക്കലഹ വർഷം 3-ാം വർഷമാണ്. റസൂലിന്റെ ഉപ്പാപ്പമാരിൽ 6ാമത്തെ ഉപ്പാപ്പ കഅബ് ഇബ്നു മുറത്തുമായിട്ടാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പര ചെന്നെത്തുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ 2 വയസ്സിൽ ഇളയതായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പ്രവാചകത്വത്തിന് മുമ്പും ചെറുപ്പം മുതൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ, റസൂലിന്റെ ഊണിലും ഉറക്കത്തിൽ എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന, ആരെയും ആകർഷിക്കുന്ന നല്ല സ്വഭാവ ഗുണമുള്ള, വ്യക്തി മഹാത്മ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലിനെ നിഴലായി കണ്ട് റസൂലിനെ എങ്ങനെ ജീവിതത്തിൽ പകർത്താൻ പറ്റും അതൊക്കെയും സ്വന്തം ജീവിതത്തിൽ പകർത്തി കാണിച്ചൊരു മഹാൻ.
സീറത്തുൻ നബവിയിൽ മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ഇബ്നു ഇസ്ഹാഖ് റഹ്മഹുള്ളയിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്, ഇസ്ലാമിന് മുമ്പും ഇസ്ലാമിന് ശേഷവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്രയധികം വിശേഷം, അത്രയധികം സ്നേഹവും അത്രയധികം വിശ്വാസവും ഉണ്ടായിരുന്നു എന്നാണ്. ഇസ്രാഈലിന്റെ രാത്രി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശയാത്രയിൽ കഴിഞ്ഞു വന്നപ്പോ ആളുകളെല്ലാം പുച്ഛിക്കാൻ തുടങ്ങി. പലരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പരിഹസിച്ചു പറഞ്ഞപ്പോ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, മുഹമ്മദ് അങ്ങനെ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം? അങ്ങനെ പറഞ്ഞെങ്കിൽ ഫഹുവ സദഖ ഇന്നി ലമുസദ്ദിഖുഹു ഫീമാ ഹുവ അബ്അദ മിൻ ദാലിക ഉസദ്ദിഖുഹു ബിഖബരി സമാ. ആകാശത്ത് നിന്ന് വഹി ഇറക്കുന്നവൻ ആ റസൂലിനെ ഉത്ബോധനം നൽകുന്നത് എന്തും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നുവെങ്കിൽ തീർച്ചയായും അല്ലാഹുവിന്റെ റസൂൽ ഒരൊറ്റ രാത്രി കൊണ്ട് 7 ആകാശത്തേക്ക് പോയി തിരിച്ചു വന്നത്, അത് വന്നു എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ ഒരു പ്രയാസവുമില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നിലപാടായിരുന്നു. ഖുറൈശികളിലെ ഉന്നത തറവാടിയായിരുന്നു അദ്ദേഹം. അവർക്കിടയിൽ സർവസമ്മതനായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളായിരുന്നു, നല്ലൊരു കച്ചവടക്കാരായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീര പ്രകൃതിയെ പറ്റി മകൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, അദ്ദേഹത്തിന് നല്ല നീണ്ട മെലിഞ്ഞ് ഉള്ള ഖഫീഫുൽ ആൽ ഒട്ടിയ കവിൾത്തടങ്ങളുള്ള തുണി ഉടുത്താൻ അരയിലിരിക്കാത്ത വിധം അരങ്ങിനെ മെലിഞ്ഞുണങ്ങിയ ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ പറ്റി പറയും. എന്നിട്ട് മകൾ പറയുന്നവ, മറ്റു അറബികൾ ജാഹിലിയ കാലഘട്ടത്തിൽ മദ്യത്തിലും മദിരാശിയിലും ഒക്കെയും ഒഴുകി നടന്നപ്പോഴും ജാഹിലിയ കാലഘട്ടത്തിൽ പോലും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കള്ള് ഹറാമായി തന്നെ കണ്ടിരുന്നുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയും. കള്ളുകുടിയന്മാർ ആരെങ്കിലും നടന്നുപോയാൽ അദ്ദേഹം മൂക്ക് പൊത്തുമായിരുന്നു, അവരോട് സംസാരിക്കാൻ അദ്ദേഹം ഇഷ്ടമില്ലായിരുന്നു. മുസ്ലിം ആയിരുന്നപ്പോഴല്ലേ ഇത്, കാഫിർ മുശ്രിക്കുമായിരുന്ന കാലഘട്ടത്തിൽ പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജാഹിലിയ കാലഘട്ടത്തിൽ പോലും അദ്ദേഹം ചെയ്തിരുന്നത് ഇങ്ങനെയായിരുന്നു. സ്വന്തം മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്, അവ്വലു മൻ അസ്ലമ മിനർ റിജാൽ, പുരുഷന്മാരിൽ നിന്നും ആദ്യം ഇസ്ലാം സ്വീകരിച്ചത്, അവ്വലു ഖതീബൻ യദ്ഉ നാസ ഇലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന് ശേഷം ആദ്യമായി ജനങ്ങളിലേക്ക് ഖതീബായി എഴുന്നേറ്റ് നിന്ന ജനങ്ങളെ അല്ലാഹുവിലേക്ക് ക്ഷണിച്ച ആദ്യത്തെ ഖതീബാണ്, ഇസ്ലാമിലെ ആദ്യത്തെ ഖതീബ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഒട്ടേറെ നന്മകളിൽ ഒന്നാണ് അദ്ദേഹത്തിന്റെ വിനയം, അദ്ദേഹത്തിന്റെ താഴ്മ. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ ഇരിക്കുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ വേഗത്തിൽ ഓടി വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറയുകയാണ്, സലാം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയെ, ഉമറും ഞാനുമായിട്ട്, ഉമർ ഇബ്നുൽ ഖത്താബും ഞാനുമായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ചെറിയൊരു പ്രശ്നം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ അബൂബക്കറിനോട്, ഞാൻ ഉമറിനോട് മാപ്പ് ചോദിച്ചു, എനിക്ക് പറ്റിയ അബദ്ധമാണ്, എനിക്ക് പുറത്തു തരണമെന്ന്. പക്ഷേ വിസമ്മതിച്ചു, അദ്ദേഹം മാപ്പ് തരില്ല എന്ന് പറഞ്ഞു. ഞാൻ ഓടി, നബിയെ, താങ്കളുടെ അടുക്കൽ ഞാൻ വരികയാണ്, എന്നിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഗ്ഫിറുല്ലാഹു ലക യാ അബൂബക്കർ, അബൂബക്കറെ അല്ലാഹു താങ്കൾക്ക് പുറത്തു തരട്ടെ. കുറെ കഴിഞ്ഞ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ഞാൻ ചെയ്തത് ശരിയല്ലല്ലോ. അദ്ദേഹത്തിന് ഖേദമുണ്ടായി. അദ്ദേഹം ഓടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വരികയാണ്. റസൂൽ നേരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്കാണ് അദ്ദേഹം ആദ്യം ചെന്നത്. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സങ്കടം കണ്ടപ്പോൾ റസൂലിന്റെ മുഖമാകെ ദേഷ്യം പിടിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിന്റെ ആ ഒരു അവസ്ഥ കണ്ട് റസൂലിന് വല്ലാത്ത അനുകമ്പ തോന്നി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ മുട്ടുകുത്തിക്കൊണ്ട് റസൂലിനോട് ചോദിക്കുകയാണ്, വല്ലാഹി അന കുന്തു അദ്ലം, ഞാനാണ് തെറ്റ് ചെയ്തത്. 2 പ്രാവശ്യം ഏറ്റു പറയാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നല്ലാഹ ബഅസനി ഇലൈക്കും ഫഖുൽതു, അല്ലാഹ് എന്നെ നിങ്ങളിലേക്ക് അയച്ചപ്പോഴൊക്കെ നിങ്ങൾ നിങ്ങൾ എന്നെ കള്ളനാക്കിയാണ്, ഞാൻ പറയുന്നത് കളവാണെന്ന് പറഞ്ഞവരാണ്. എല്ലാവരും അങ്ങനെ പറഞ്ഞിട്ട് അബൂബക്കർ മാത്രമാണ് സ്വതക്ക എന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞു. എന്നിട്ട് സ്വന്തം ശരീരം കൊണ്ടും സ്വന്തം ധനം കൊണ്ടും എന്നെ സഹായിച്ച അബൂബക്കർ, എന്നെ സഹായിച്ചു സഹാബി, എന്നിട്ട് എന്റെ ചങ്ങാതിയെ നിങ്ങൾക്ക് വെറുതെ വിട്ടുകൂടെ എന്ന ധരിച്ച ഹദീസ് അവസാനം പറയുന്നത്. അതിനുശേഷം
മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ പോലും ഒരു സഹാബി പോലും ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിച്ചില്ല എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. പ്രശ്നം തുടങ്ങി വെച്ചതാരാ? ഉമർ റളിയല്ലാഹു അൻഹു. എന്നിട്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാനാണ് നബിയെ തെറ്റ് ചെയ്തത്, വല്ലാഹി വല്ലാഹി യാ റസൂലല്ലാഹ് ഞാനാണ് തെറ്റ് ചെയ്തത്. അപ്പോൾ റസൂൽ പറഞ്ഞ വാക്ക് നിങ്ങൾ എന്റെ ചങ്ങാതികൾക്ക് വെറുതെ വിട്ടുകൂടെ എന്നാണ്. ആ വാക്കുകളിലുണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുള്ള റസൂലിന്റെ സ്നേഹവും കരുതലും. ആലോചിച്ച് നോക്ക്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അല്ലേ മറ്റാരെക്കാളും അദ്ദേഹത്തിനുള്ള പ്രത്യേക സ്ഥാനം ഉമർ റളിയല്ലാഹു അൻഹുവിനെ അടക്കമുള്ള സ്വഹാബത്തിന്റെ മുന്നിൽ വെച്ച് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അബൂബക്കറിനാണ് ഞാൻ കഴിഞ്ഞ സ്ഥാനം എന്ന് അല്ലാഹുവിന്റെ റസൂൽ ഉമറിനെ ബോധ്യപ്പെടുത്തേ. നാം ആണെങ്കിലോ പ്രിയപ്പെട്ടവരെ, നമ്മളാണെങ്കിലോ നമ്മൾ ചിന്തിച്ചു നോക്കും. മറ്റൊരാൾക്ക് മുന്നിൽ നമ്മൾ താഴ്ന്നു കൊടുക്കുമോ? നമ്മുടെ ഈഗോ അതിനെ അനുവദിക്കുമോ? നമ്മുടെ അഹങ്കാരം അതിനെ അനുവദിക്കുമോ? സമ്മതിച്ചു കൊടുക്കുമോ? നമ്മൾ ഇല്ല. ഈ സംഭവത്തിൽ നാം പഠിക്കേണ്ടതിന്റെ പ്രിയപ്പെട്ടവരെ, വിനയമുള്ള മനസ്സിനുടമകളാകണം. അല്ലാഹുവിന്റെ റസൂൽ കഴിഞ്ഞാൽ ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ആളായിട്ട് കൂടി അദ്ദേഹത്തിന്റെ വിനയം നോക്കൂ പ്രിയപ്പെട്ടവരെ. തെറ്റു പറ്റിപ്പോയാൽ അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് നല്ല പിള്ള നമ്മൾ ചമയരുത്. കുറ്റബോധമുണ്ടാകണം, പൊറുക്കാനുള്ള ഹൃദയവിശാലം നമുക്കുണ്ടാകണം. സ്വഹാബാക്കളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും അദ്ദേഹത്തോടെയായിരുന്നു. യാ റസൂലല്ലാഹ്. ആരാ ചോദ്യം? മകൾ ആയിഷ ചോദിക്കാൻ, റസൂലുള്ളാഹിയുടെ ഭാര്യ ചോദിക്കാൻ, ആയിഷ അയ്യുന്നാസി അഹബ്ബുനി, ജനങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ആരാ റസൂലേ? റസൂൽ പറഞ്ഞു ആയിഷ. ആയിഷ മിനൽ റിജാൽ, ആണുങ്ങളിൽ ആരാ റസൂലേ? ഖാല അബൂഹ, അവരുടെ ഉപ്പയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറ്റി പറയും, അദ്ദേഹത്തിന്റെ ദഅവത്തിന്റെ ഫലമായി ഇസ്ലാം സ്വീകരിച്ച എത്ര മഹാന്മാരുണ്ട്. സ്വഹാബാക്കൾ അബൂബക്കറിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അദ്ദേഹം അല്ലാഹു ഒരു സബബാക്കി, ഒരു കാരണമാക്കി അദ്ദേഹത്തിലൂടെ എത്ര പേർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്ന് അറിയുമോ? ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സുബൈർ ഇബ്നു അവ്വാം, തൽഹ ഇബ്നു ഉബൈദില്ലാ, സഅദ് ഇബ്നു അബീ വഖാസ്, അബൂ ഉബൈദത്തുൽ ജറാഹ്, അങ്ങനെ എത്ര പ്രമുഖന്മാരാണ് അദ്ദേഹത്തിലൂടെ ഇസ്ലാം സ്വീകരിച്ചത്. ആലോചിച്ചു നോക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാതിരാത്രി ചെല്ലെ ആരുടെ വീട്ടിലേക്ക്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വീട്ടിലേക്ക് കടന്നു ചെല്ലെ ഹിജ്റയ്ക്കുള്ള അറിയിപ്പ് കിട്ടി. മദീനയിലേക്ക് പോകണമെന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടത്, അവിടത്തേക്ക് വേണ്ടത് അല്പം സമ്പത്താണ്, യാത്രയ്ക്ക് വേണ്ടിയുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ കയറി ചെന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, സാധാരണ ഈ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ വീട്ടിലേക്ക് വരാറില്ല. ഒരു അസാധാരണ സമയത്ത് റസൂൽ കയറി വന്നിട്ട് ചോദിക്കുന്നു, വീട്ടിലാകട്ടെ ഞാനും എന്റെ പെങ്ങൾ അസ്മാ ബിൻത് അബൂബക്കർ മാത്രമേ ഉള്ളൂ. റസൂലിന്റെ ചോദ്യം, അഖ്രിജ് അന്നി മിൻ ഇന്ദി, എന്താ ഉള്ളത് അബൂബക്കറെ, നിന്റെ പക്കലുള്ളത് എടുക്ക്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് ചോദിക്കാൻ ഒരു നിമിഷം പോലും ഇങ്ങോട്ടും ചിന്തിക്കാതെ ആലോചിക്കാതെ പറഞ്ഞ മറുപടി, യാ റസൂലല്ലാഹ് ഇന്ന മാഹുമ ബിനത്താൻ, എന്റെ രണ്ട് പെൺമക്കൾ. വമാ ദാക ഫിദാക വമാ ദാക ഫിദാക ബി വ ഉമ്മി, യാ റസൂലല്ലാഹ് എന്റെ ഉമ്മയെയും ഉപ്പയെയും ഞങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്ന രണ്ട് പെൺമക്കൾ. അതേ ഉള്ളൂ, വീട്ടിൽ നോക്കിയിട്ടൊന്നും കണ്ടില്ല. എന്ത്? എന്റെ പെൺമക്കളെ തരാൻ ഞാൻ തയ്യാറാണ്. നമ്മൾ ആലോചിച്ചു വളരെ ഗൗരവമായി. ദീനിന്റെ വഴിക്ക് മക്കൾ 3ഉം 4ഉം ഉണ്ടായിട്ട് ശരിയായ ദീന് പഠിക്കാൻ, ശിർക്കും കുഫറും കലർന്ന ദീന് പഠിക്കാനല്ല, കറകളഞ്ഞ തൗഹീദും ദീനും സുന്നത്തും പഠിക്കാൻ വേണ്ടി നമ്മുടെ മക്കളെ അതിന് ഒരു പ്രാപ്തരാക്കി കൊണ്ടുവരാനുള്ള ഒരു ചുറ്റുപാട് നമുക്കുണ്ടോ? നമുക്കിതിന് ഇനിയും ആയിട്ടുണ്ടോ എന്ന് ഗൗരവമായി നമ്മൾ ചിന്തിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശിർക്കും കുഫറും പകുതി തൗഹീദ് പഠിച്ചോട്ടെ എന്ന നിലക്ക് മക്കളെ പഠിപ്പിച്ചതല്ല. പിതാവിൽ നിന്നും മാതൃക ഉൾക്കൊണ്ട നല്ല മക്കളായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ അല്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു എനിക്ക് അനുമതി നൽകിയിട്ടുണ്ട് ഹിജ്റ പോകാൻ വേണ്ടി. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ചോദ്യം, നബിയെ കൂടെ ആരെങ്കിലും അതെ കൂടെ ആരെങ്കിലും വേണം. വല്ലാഹി മാ ശഅർതു ഖത്ത് ഖബ്ല ദാലിക് അസ്ഹബ, താങ്കളെയാണ് ആ യാത്രയിൽ അല്ലാഹു എന്റെ കൂട്ടിന് അയച്ചതെന്ന് പറഞ്ഞ യാഥാർത്ഥ്യം അത് കേട്ടപ്പോ മകൾ പറയുന്നു, വല്ലാഹി മാ ശഅർതു ഖത്ത് ഖബ്ല ദാലിക യൗമി അന്ന അഹദൻ യബ്കി മിനൽ ഫർഇ ഹത്താ റഅയ്തു അബൂബക്കർ യൗമിദൻ യബ്കി. സങ്കടം കൊണ്ട് കരയാറുണ്ട്, സന്തോഷം കൊണ്ട് ഇത്രയധികം കരഞ്ഞ ഒരാളെ, എന്റെ ഉപ്പയെ പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിനൊപ്പം കൂടെ പോകാൻ ഹിജ്റയിൽ എന്നെ സുഹൃത്തായി തിരഞ്ഞെടുത്തു എന്നതിന്റെ പേരിൽ സന്തോഷം കൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് കരഞ്ഞുപോയി എന്ന് ചരിത്രം പറയാൻ.
ആലോചിച്ച് നോക്ക്, ഹിജ്റയ്ക്ക് റസൂലിനൊപ്പം റബ്ബിന്റെ മാർഗത്തിൽ റബ്ബ് തന്നെയാണല്ലോ തിരഞ്ഞെടുത്തത് എന്നോർത്തപ്പോൾ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയ മഹാൻ. എത്ര വലിയ ഭാഗ്യമാണ് അള്ളാന്റെ റസൂലിന്റെ, അള്ളാന്റെ ഹബീബിനൊപ്പം കൂടെ പോകാൻ അബൂബക്കർ എന്നൊരു വ്യക്തിയെ തിരഞ്ഞെടുത്തത്. അദ്ദേഹം കരഞ്ഞത് അള്ളാഹ് അതിന് മാത്രമേ യോഗ്യനാണോ എന്നാണെന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. നമ്മൾ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാർത്ത നേരത്തെ അറിയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ചില റിപ്പോർട്ടിൽ കാണാം, തീർച്ചയായും പേടിക്കണ്ട റസൂലെ, ധൃതി കാണിക്കണ്ട, അള്ളാഹു നിങ്ങൾക്ക് യാത്രയിൽ നല്ലൊരു സുഹൃത്തിനെ നൽകിയേക്കാം. അത് പറയുമ്പോഴും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്നെ റസൂൽ തിരഞ്ഞെടുക്കണമെന്നായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നൽകിയ സമ്പത്ത് അവന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ യാതൊരു വൈമനസ്യവും പിശുക്കും അദ്ദേഹം കാണിച്ചിട്ടില്ല എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു യാത്രയ്ക്ക്, അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ പുറപ്പെട്ടു മദീനയിലേക്കുള്ള വഴി. അബൂബക്കർ തന്റെ കൈവശം അന്നുണ്ടാക്കിയ ബിസിനസ്സിൽ താൻ നേടിയെടുത്ത സമ്പത്ത് മുഴുവനും ഒരൽപ്പം പോലും ബാക്കി വെച്ചിട്ടില്ല. ഇല്ല, 5000 ദിർഹം അല്ല 6000 ദിർഹം എന്നുണ്ട്, അല്ല 5000 ദിർഹം എന്നുണ്ട്, കൂടെ അദ്ദേഹം കൊണ്ടുപോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അബൂബക്കർ എന്ന വ്യക്തി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളൊരു ഉപ്പയാണ്, നമ്മളൊരു പിതാവാണ്, നമ്മളൊരു ഭർത്താവാണ്, നമ്മളൊരു സഹോദരനാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അള്ളയെ പേടിക്കുന്ന റബ്ബിനോട് സ്നേഹമുള്ള മക്കളെ ഭാര്യമാരെ വിട്ടേച്ചു പോയിട്ടുണ്ടോ? നമുക്ക് അങ്ങനെ ഇറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ? നോക്കണം. അബൂബക്കർ എന്നൊരു വ്യക്തി മാത്രമല്ല, അദ്ദേഹത്തിന് അനുഗ്രഹീതരായ മക്കളും പിതാവിനെ എല്ലാ നിലക്കും പിന്തുണച്ച മാതൃകായോഗ്യരായ ഒരു കുടുംബമാണ്. അദ്ദേഹത്തിന്റെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു സംഭവം. ഉപ്പാപ്പ അബൂ ഖുഹാഫ കണ്ണു കാണാത്ത മനുഷ്യൻ. അദ്ദേഹം വന്നിട്ട് എന്നോട് പറയാണ്, അബൂബക്കർ എല്ലാം കൊണ്ടുപോയോ, നിങ്ങൾക്കൊന്നും ബാക്കി വെച്ചിട്ടില്ലേ, നിങ്ങൾ പട്ടിണിയാക്കുമോ എന്ന് പറഞ്ഞപ്പോ അസ്മാ റളിയല്ലാഹു അൻഹ പറയും, വീട്ടിനുള്ളിൽ ചില്ലറ പൈസ സൂക്ഷിക്കുന്ന ഒരു ബോക്സ് ഉണ്ട്. ഞാൻ ആ ബോക്സ് നോക്കുമ്പോൾ അതിലൊന്നുമില്ല, കാലിയാണ്. ഞാൻ കുറെ കല്ലുകൾ അതിലെടുത്തിട്ട് അതിന്റെ മേലെ വസ്ത്രം കൊണ്ട് മൂടി, എന്നിട്ട് ഉപ്പാപ്പയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു. ഉപ്പാപ്പ ഇങ്ങനെ കൈ കൊണ്ട് കണ്ണു കാണാത്ത മനുഷ്യനല്ലേ, തപ്പി നോക്കിയപ്പോ അതിൽ നിറച്ചുണ്ട്. ഉപ്പാപ്പ പറഞ്ഞ വാക്ക് വല അവിടെ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് കുറച്ച് ബാക്കി കരുതി വെച്ചിട്ടുണ്ടല്ലോ, അങ്ങനെയെങ്കിലും ഒരു പ്രശ്നവുമില്ല എന്നാണ്. പറഞ്ഞൊരു വാക്കുണ്ട്, ഉപ്പ ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾക്ക് ഇന്നത്തേക്കോ നാളത്തേക്കോ കരുതി ഒന്നും വിട്ടേച്ചു പോയിട്ടില്ല. ആ പാവം വൃദ്ധനെ പറ്റിക്കാൻ വേണ്ടി, ശാന്തനാക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് എന്നാണ്. ഞങ്ങൾ അനുഭവിക്കേണ്ട സമ്പത്ത് മുഴുവൻ ബാപ്പ കൊണ്ടുപോയി ഉപ്പാപ്പ, ഞങ്ങൾ പട്ടിണിയിലാണ് എന്നല്ല ആ മകൾ പറഞ്ഞത്. ഉപ്പ തങ്ങൾക്ക് വേണ്ട ധനം വീട്ടിൽ കരുതിയിട്ടാണ് പോയത് എന്ന ഉപ്പാപ്പയെ ധരിപ്പിക്കാൻ ഒരു പേരമകൾ നടത്തിയ ഒരു തന്ത്രം. എത്ര ഭാഗ്യം ചെയ്ത പിതാവാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെയുള്ള മക്കളുടെ ഒരു പിതാവായി ആകാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ടി. എല്ലാവരും ചിന്തിക്കുക. ഇതരയ്ക്ക് പോകാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിനും തന്റെ ഉപ്പയ്ക്കും കൊണ്ടുപോകാൻ ഭക്ഷണം ഒരുക്കി പാത്രത്തിലേക്ക് എടുത്ത് വെച്ചപ്പോ ആ പാത്രം മൂടാനൊന്നും കെട്ടിയിട്ടില്ല. അരയിൽ ഉടുത്തിരുന്ന വസ്ത്രമുണ്ട്. അന്ന് അവർ പെൺകുട്ടികൾ അരയിൽ കെട്ടിയിരുന്ന അരപ്പട്ട എടുത്ത് 2 പാതിയായി അത് കീറിയിട്ട് ആ പാത്രത്തിന്റെ വായ വെച്ച് ഇങ്ങനെ മൂടിക്കെട്ടുകയാണ്. തന്റെ പിതാവിനും തന്റെ ഭർത്താവിനും ഹിജ്റയ്ക്കുള്ള വഴി, ആ പോകുന്ന വഴി സുഗമമാക്കാൻ, അതിനുള്ള പാത സുഗമമാക്കാൻ ത്യാഗം സഹിച്ച ആ ധീര വനിതയുടെ പേര് ചരിത്രത്തിൽ പിന്നീട് 2 അരപ്പട്ടകളുടെ ഉടമ, 2 അരപ്പട്ടകളുള്ളവൾ എന്നാണ് ചരിത്രത്തിൽ അവരെ പറ്റി അറിയപ്പെട്ടത്. അല്ലാഹുവിന്റെ ദീൻ അങ്ങേയറ്റം സ്നേഹിച്ച് അവന്റെ ദൂതന് സാമ്പത്തികമായ എല്ലാ സഹായവും നൽകിയ തന്റെ സുഹൃത്തിനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ധനത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മാ നഫഅനി മാലു ഖത്തിൻ മാ നഫഅനി മാല അബൂബക്കർ. അബൂബക്കറിന്റെ ധനം എനിക്ക് ഉപകരിച്ചതുപോലെ ആരുടെ ധനവും എനിക്ക് ഉപകരിച്ചിട്ടില്ല. അബൂബക്കറിന്റെ ധനം എനിക്ക് പ്രയോജനപ്പെട്ടതുപോലെ ആരുടെ ധനവും എനിക്ക് പ്രയോജനപ്പെട്ടില്ല. അബൂബക്കർ അത് കേട്ടപ്പോൾ അബൂബക്കർ കരയുകയാണ്. ഞാനും എന്റെ ധനവും നിങ്ങൾക്കുള്ളതല്ലേ, നിങ്ങൾ പിന്നെ പ്രത്യേകം പറയേണ്ടതുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. തിരിച്ചിങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ ദാനധർമ്മം ചെയ്യുന്ന രീതി
അദ്ദേഹത്തെ കുറിച്ചാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലൈലിൽ അല്ലേ الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى പരിശുദ്ധി പ്രാപിക്കാനായി അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ത്യാഗം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധനം ചെലവഴിക്കുന്നവൻ وما لأحد عنده من نعمة تجزى ഇങ്ങോട്ടൊരാൾ എന്തെങ്കിലും ചെയ്തതിന്റെ പേരിൽ അങ്ങോട്ടൊന്നും തിരിച്ചു ചെയ്യേണ്ട യാതൊരു ബാധ്യതയും അദ്ദേഹത്തിനില്ല. മനസ്സിലായില്ല പറഞ്ഞത്? ഒരാൾ ഇങ്ങോട്ട് തന്നതിന്റെ പേരിൽ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു ദാനധർമ്മശീലമല്ല അദ്ദേഹത്തിനുള്ളത്. അല്ലാഹുവിന്റെ വജ്ഹ് മാത്രമല്ലാതെ പ്രതീക്ഷിക്കാതെ ദാനം ചെയ്ത, സാമ്പത്തികമായി ദീനിനെ സഹായിച്ച മഹാൻ അല്ലേ. അടിമയെ മോചിപ്പിക്കുക എന്നത് ഇസ്ലാമിലെ ഏറ്റവും നല്ല പുണ്യകാര്യമാണ്, ഏറ്റവും നല്ല പുണ്യപ്രവർത്തനം. ചരിത്രത്തിൽ നാം കേട്ടിട്ടുള്ളത് അടിമയായ ബിലാലിനെ മാത്രം മോചിപ്പിച്ച ഒരു കഥയാണ്. അദ്ദേഹം മോചിപ്പിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹു മോചിപ്പിച്ചത് ബിലാലിനെ മാത്രമല്ല, എത്ര പേരെ? ഏകദേശം 7 പേരെ ചരിത്രം എണ്ണുന്നുണ്ട്. എല്ലാവരും അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ പീഡിപ്പിക്കപ്പെട്ട ആളുകൾ. ബിലാല്, ആമിർ ഇബ്നു ഫുഹൈറ, നഹ്ദിയ എന്നൊരു സ്ത്രീ, അവരുടെ 2 പെൺമക്കള്, അതേപോലെ തന്നെ വിധവയായ ഒരു സ്ത്രീ ഉമ്മു ഐസ, ഉമ്മത്തു ബനി അൽ മുഅമ്മൽ എന്നീ തുടങ്ങിയ നിരാലംബരും നിർബലനുമായ സ്ത്രീകളെയും പുരുഷന്മാരെയും അടിമത്തത്തിൽ മോചിപ്പിച്ച് ഇസ്ലാമിന്റെ പരിപാലനത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. റസൂലിനെ ദ്രോഹിച്ചവരോട് ശക്തമായി പ്രതികരിച്ച ധീരനായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റ പീഡനത്തെക്കുറിച്ച് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു സ്വഹാബികളോട് ചോദിക്കാൻ ഒരു കണ്ട കാഴ്ച. ഉഖബത്ത് ബിൻ മുഈത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിലേക്ക് നബി നമസ്കരിച്ചു കൊണ്ടിരിക്കെ കഴുത്തിലേക്ക് ഇങ്ങനെ ഷാളിട്ട് മുറുക്കി ശ്വാസം മുട്ടിച്ച് റസൂൽ ശ്വാസം കിട്ടാതെ പിടയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെന്നുകൊണ്ട് അതിന്റെ ഇടയിലേക്ക് ചെന്ന് വീണുകൊണ്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. തഖത്തൂലുന റജുലൻ യഖൂല റബ്ബി അല്ലാഹ്, അല്ലാഹു ആണെന്ന റബ്ബിന്റെ പേരിൽ, അല്ലാഹു ആണെന്ന റബ്ബ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ഒരു മനുഷ്യനെ കൊല്ലുകയാണോ എന്ന്. അല്ലാഹുവിൽ നിന്ന് ബയ്യിനാത്തുമായി വന്നൊരു പ്രവാചകനെ നിങ്ങൾ ദ്രോഹിക്കുകയാണോ എന്ന്. ആരുടെ ചോദ്യം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അദ്ദേഹം സഹിച്ച പീഡനങ്ങൾ, കഷ്ടതകൾ ചിന്തിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിലെ ഒരു സാധാരണക്കാരനല്ല, ഫഖീറല്ല, നാട്ടിലെ അറിയപ്പെട്ട പണക്കാരനാണ്, ബിസിനസ്സുകാരനാണ്. എന്നിട്ടും അദ്ദേഹം ക്രൂരനായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ തിരിച്ചു പ്രതികരിക്കാനോ തന്നെ ആക്രമിക്കുന്ന രീതിയിൽ അതേ രീതിയിൽ മറുപടി കൊടുക്കാനോ കഴിയാത്തത് കൊണ്ടല്ല, ക്ഷമിക്കുകയായിരുന്നു അദ്ദേഹം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി, ദീനിനു വേണ്ടി, റസൂലിന്റെ മേലെയുള്ള മർദ്ദനം തടുക്കാൻ വേണ്ടി, ഇങ്ങനെ അത് പിടിച്ചു മാറ്റാൻ വേണ്ടി തന്റെ ദേഹം അങ്ങോട്ട് വെച്ച് കൊടുക്കുമ്പോ ആളുകൾ ചെരുപ്പിട്ട് ചവിട്ടി തൊഴിച്ച് അദ്ദേഹത്തെ താഴെയിട്ടു. ചില ആളുകൾ തലയിൽ ചവിട്ടുന്നുണ്ട്, ചില ആളുകൾ ചെരുപ്പ് കൊണ്ടടിക്കുന്നുണ്ട്. ക്ഷീണിച്ചവശനായി അവസാനം ആരൊക്കെയോ ചേർന്ന് അദ്ദേഹം താങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് പോവാൻ. അടിയും ചവിട്ടും കൊണ്ട് ആകത്തളർന്ന് അവശനായിട്ടും തന്റെ ഉമ്മയുടെ മാറിൽ ചേർന്ന് കിടന്നുകൊണ്ട് കണ്ണു തുറന്നപ്പോ ചോദിക്കുന്നത്, റസൂൽ എവിടെ? റസൂലിനെ കാണുമെന്ന്. എനിക്ക് റസൂലിനെ കാണണമെന്നാണ് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിനെ കാണാൻ വരുമ്പോ എണീറ്റ് നിൽക്കാൻ കഴിയാഞ്ഞിട്ട് കൂടി ഓടിച്ചെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാറോട് ചേർത്ത് നബിയുടെ തിരുനെറ്റിയിൽ ചുംബിക്കുകയാണ്. റസൂലിനെ സ്നേഹിച്ച് ലോകത്ത് ഇങ്ങനെയുണ്ടോ ആരെങ്കിലും? ആർക്കെങ്കിലും അവകാശപ്പെടാമോ റസൂലിനെ ഇങ്ങനെ സ്നേഹിച്ചിട്ടുണ്ട്? നമ്മൾ ആലോചിച്ചു നോക്ക്. വിശുദ്ധ ഖുർആൻ സാഹിബ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഇദ്ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. സൂറത്ത് തൗബയിൽ 40-ാമത്തെ ആയത്തിൽ ആലോചിച്ചു നോക്ക്. ആ ഗുഹയിൽ ഇരുന്ന സന്ദർഭത്തെ പറ്റി അല്ലാഹു പറഞ്ഞത്. ഹിജ്റയുടെ യാത്രയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ നടക്കുന്നു. മഹാനായ അബൂബക്കർ എന്ന ഒരു ബോഡി ഗാർഡ് മാത്രമേ ഉള്ളൂ. ഇടത് ഭാഗത്തേക്ക് നോക്കും, തിരിഞ്ഞു വലത് ഭാഗത്തേക്ക് നോക്കും, പിൻഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞും മറിഞ്ഞും റസൂലിന് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ വരുന്നുണ്ടോ എന്ന് പേടിച്ചിട്ടാണ്. മുന്നിൽ നടന്ന് പിന്നിൽ നടന്ന് ഇരുവശത്തും നടന്ന് ജാഗ്രതയോടെ സൗഹ് ഗുഹയിൽ കഴിഞ്ഞ 3 നിർണായക ദിനങ്ങൾ മക്കയിലെ വിവരങ്ങൾ അറിയാൻ തന്റെ കൊച്ചുമകൻ അബ്ദുള്ളയെ രഹസ്യമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ടിരുന്നു. മദീനയിലേക്കുള്ള ഹിജ്റയുടെ യാത്രക്കിടയിൽ കത്തുന്ന വെയിലിൽ തട്ടുച്ച നേരത്ത് വലിയൊരു പാറയുടെ തണലിൽ വിശ്രമിക്കാനിരിക്കുകയാണ്.
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു. ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തട്ടം പിരിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, റസൂലുള്ളാഹ് നിങ്ങൾ ഉറങ്ങിക്കോളൂ, താങ്കൾക്ക് ചുറ്റുമുള്ള തടസ്സങ്ങളൊക്കെ ഞാൻ മാറ്റാം, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ട് ഞാൻ തടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറക്കിക്കിടത്തി. ശക്തമായ വിശപ്പ് അനുഭവപ്പെട്ട റസൂൽ ക്ഷീണിച്ച അവസരമായപ്പോ അദ്ദേഹം ഇങ്ങനെ അന്വേഷിച്ചു നോക്കുമ്പോൾ ആട്ടിടയൻ ഇങ്ങ് വരുന്നുണ്ട്. അയാളുടെ കയ്യിൽ നിന്ന് മാടിനെ കറന്ന് പാല് കൊടുത്തു. അവിടെ കാണാം കയ്യിലായിരുന്നു പാത്രമൊന്നുമില്ല. ഇങ്ങനെ കൈക്കൊമ്പിൽ പാല് കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുക്കാൻ റസൂൽ ദാഹിച്ചു വലഞ്ഞ് തൊണ്ട പൊട്ടിയിട്ട് ആ പാല് കുടിച്ചു. അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നത്, റസൂല് കുടിച്ചു എന്റെ ദാഹം തീരുന്നത് വരെ. ഞാൻ കുടിച്ചു എന്റെ ദാഹം തീരുന്നത് വരെ എന്നല്ല, റസൂല് കുടിച്ചപ്പോൾ എന്റെ ദാഹം മാറി, റസൂല് കുടിച്ചപ്പോൾ എന്റെ ദാഹം മാറി എന്ന് പറയണമെങ്കിൽ ആരായിരിക്കണം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എത്രമാത്രം റസൂലിനെ സ്നേഹിച്ചിരിക്കണം നമ്മൾ ആലോചിച്ചു നോക്കുക. തന്റെ വിശപ്പ് കാര്യമാക്കാതെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശപ്പ് കിട്ടുന്നു നോക്കി നിന്ന് സംതൃപ്തിയടഞ്ഞ സതീർത്ഥ്യൻ, അതാണ് യഥാർത്ഥ സുഹൃത്ത്. ദീനീ പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒട്ടേറെ ത്യാഗങ്ങളും പീഡനങ്ങളും സഹിച്ചു. ഒടുവിൽ മക്ക വിട്ടുപോകാൻ തീരുമാനിച്ചു. ബർഖുൽ ഈമാൻ എന്ന സ്ഥലത്തെത്തിയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ തടഞ്ഞു നിർത്തി. ഇബ്നു ദഗീന എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം മുശ്രിക്കാണ്, മുസ്ലിമാണ്. അദ്ദേഹം നേരത്തെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പരിചയങ്ങളുണ്ടായിരുന്നു. എന്തിനെ നിങ്ങളൊരു മാന്യനായ വ്യക്തിയല്ലേ, എന്തിനാ ഇങ്ങനെ മക്ക വിട്ട് നിങ്ങൾക്ക് പോകണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാട്ടിൽ താമസിക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ എനിക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ നാട് വിട്ടു പോവുകയാണ്. അദ്ദേഹത്തിന്റെ ശത്രുക്കളുടെ പീഡനമൊക്കെ അദ്ദേഹം വിവരിച്ചു കൊടുത്തു. അപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പെരുമാറ്റങ്ങളും അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ വളരെ നേരത്തെ തന്നെ ശ്രദ്ധിക്കുകയും അതിൽ ആകൃഷ്ടനായിരുന്ന മനുഷ്യൻ പറഞ്ഞു, താങ്കളെപ്പോലുള്ളവർ നാട് വിട്ടു പോകരുത്. പാവങ്ങളെ സഹായിക്കുന്ന ആളാണ് താങ്കൾ. കുടുംബബന്ധം മുറിക്കുന്ന ആളല്ല താങ്കൾ, ചേർക്കുന്ന ആളാണ് താങ്കൾ. പ്രയാസം സഹിക്കുന്ന ആളാണ്. അതിഥികളെ മാനിക്കുന്ന ആളാണ്. പ്രയാസങ്ങൾ വരുമ്പോൾ അതിനെതിരെ സഹായിക്കുന്ന ആളാണ്. ഞാൻ നിങ്ങൾക്ക് അഭയം നൽകാം, പ്രൊട്ടക്ഷൻ നൽകാം. മക്കയിലേക്ക് മടങ്ങിപ്പോക്കോ. താങ്കളുടെ രക്ഷിതാവിന് താങ്കളുടെ നാട്ടിൽ വെച്ച് ആരാധിക്കും. ആ ഉറപ്പിന്മേൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാട്ടിലെത്തി. ശത്രുക്കളുടെ മുന്നിൽ വെച്ച് തന്നെ താൻ അബൂബക്കറിന് അഭയം കൊടുത്തിരിക്കുന്നു എന്ന് ഇബ്നു ദഗീന പറഞ്ഞു. ആളുകളൊക്കെ പിരിഞ്ഞുപോയി. ഇനി മേലിൽ അദ്ദേഹത്തെ ആരും ഉപദ്രവിക്കരുതെന്ന് ഇബ്നു ദഗീന പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് അഭയം കൊടുത്തു എന്ന് പറഞ്ഞാൽ അറബികൾ മൊത്തം അംഗീകരിക്കുന്ന കാര്യമാണ്. പിന്നെ ഒരാളെ ആക്രമിക്കാൻ പറ്റില്ല. പിന്നീട് അദ്ദേഹം വീട്ടുമുറ്റത്തിൽ പള്ളി ഉണ്ടാക്കി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പള്ളി ഉണ്ടാക്കി. അവിടെ വെച്ചായി പിന്നെ നമസ്കാരവും ഖുർആൻ പാരായണവും. ഇത് ഖുറൈശികളെ കുട്ടികളെയും സ്ത്രീകളെയും വല്ലാതെ അറ്റാക്ക് ചെയ്തു, ആകർഷിച്ചു. കാരണം ഖുർആൻ ഓതുമ്പോൾ എളുപ്പം കരഞ്ഞു പോകുന്ന ഒരു മനുഷ്യനാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പെട്ടെന്ന് കരച്ചിൽ വരും അദ്ദേഹത്തിന്. ലോലഹൃദയനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുമ്പോൾ പെട്ടെന്ന് കരച്ചിൽ വരുന്നത് കൊണ്ട് തന്നെ ആര് കേട്ടാലും ഒന്ന് കാതുങ്ങനെ കൊടുത്തു പോകും. അത് അദ്ദേഹത്തിന്റെ ഖുർആനിന്റെ വശ്യമധുരമായ അദ്ദേഹത്തിന്റെ പാരായണ ചാരുതയായിരുന്നു. അവർ ഇബ്നുദഗീനെ ചെന്ന് കാര്യം പറഞ്ഞു. അബൂബക്കറിന് വേണമെങ്കിൽ വീട്ടിനുള്ളിൽ നമസ്കരിക്കട്ടെ, ഖുർആൻ പാരായണം ചെയ്തോട്ടെ. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടാവരുത്. അത് പരസ്യമായി ഇങ്ങനെ ചെയ്യരുത്. ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ ഭാര്യമാരും മക്കളും പിഴച്ചു പോകുന്നു, ഞങ്ങൾക്ക് പേടിക്കുന്നു. ഈ ഒരു സംഭവം ഇത് കേട്ട് ഇബ്നു ദഗീന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് പറഞ്ഞൊരു വാക്ക്, ഞാൻ താങ്കളുമായി കരാർ നൽകിയിരുന്നു. ഒന്നുകിൽ നിങ്ങൾ ആ കരാർ പാലിക്കുക, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തന്ന സംരക്ഷണം എന്നൊരു ഓഫറുണ്ട്, അതെനിക്ക് മാറ്റണം, എനിക്ക് അത് തിരുത്തേണ്ടി വരും, പിൻവലിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. മഹാനായ എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ഞാൻ അറബികളുമായി ഞാനൊരു കരാർ പാലിക്കുന്ന ആളാണ്, അതുകൊണ്ട് കരാർ പാലനം നടത്തുന്ന ആളല്ല, ലംഘനം നടത്തുന്ന ആളാണെന്ന് അറബികൾ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അബൂബക്കർ, താങ്കൾ ഞാൻ പറഞ്ഞത് കേൾക്കണം. ഈ ഒരു സ്റ്റേജ് നമ്മളെല്ലാം ചിന്തിക്കുക. ഇപ്പോഴും തൗഹീദും യഥാർത്ഥ സുന്നത്തും യഥാർത്ഥ ദീനിന്റെ റൂട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നാട്ടുകാരെ പേടിച്ചു, നാട്ടുകാരുടെ പരിഹാസവും നാട്ടുകാരെ ഒറ്റപ്പെടുത്തുമോ എന്ന് പേടിച്ചു ഇപ്പോഴും ഇങ്ങനെ ഇരുവഞ്ചിയിൽ ഇങ്ങനെ കാലിട്ട് കളിക്കുന്ന ആളുകളുണ്ടല്ലോ. ഇപ്പോഴും എല്ലാവരും കേൾക്കേണ്ടതാണ്. അവിടുത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിലപാട് നമ്മളാണെങ്കിൽ എന്ത് നിലപാടെടുക്കും? അദ്ദേഹം നിലപാട് നമ്മൾ കേൾക്കണം.
അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഇനി അറുദ്ദു ഇലൈക ബിജിവാരി, താങ്കൾ എനിക്ക് സംരക്ഷണം നൽകിയിരിക്കുന്നു എന്ന വാക്ക് തിരിച്ചെടുത്തോളൂ. എനിക്ക് നിങ്ങളുടെ സംരക്ഷണം വേണ്ട, അള്ളാന്റെ സംരക്ഷണം മാത്രം മതി. അങ്ങനെ പറയാൻ നമുക്ക് സാധിക്കും. ഇപ്പോഴും മഹല്ലിനെയും പള്ളി കമ്മിറ്റിയും പേടിച്ചടക്കുന്ന ആളുകൾ ഇപ്പോഴില്ലേ? ഉണ്ട്. മനസ്സ് പകുതി അങ്ങോട്ട് പരസ്യം ഇങ്ങോട്ട് ഇങ്ങനെ ചാറ്റാടി നടക്കുന്ന ആളുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും റബ്ബർ പന്ത് പോലെ ഇങ്ങനെ വലിഞ്ഞു നടക്കുന്ന ഈമാനുള്ള ചില ആളുകളുണ്ട്. എങ്ങോട്ട് വലിച്ചാലും വലിയുന്ന പോലത്തെ ഈമാൻ. ആ ഈമാന്റെ ഈമാനല്ല, ആ ഈമാൻ ഉദ്ഘോഷിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പാരമ്പര്യം പറ. പ്രിയപ്പെട്ടവരെ, നമുക്ക് അധികാരമില്ല, നമുക്കതിന് വോയിസ്. ചിന്തിച്ചു നോക്കുക. അദ്ദേഹത്തിന്റെ മറുപടി അതാണ്, ഇനി എനിക്ക് എന്റെ റബ്ബിന്റെ അഭയം മതി. അങ്ങനെ പറയാൻ നമുക്ക് സാധിക്കുമോ? നമ്മൾ നാട്ടാരെ ചെലവില്ലല്ലോ നമ്മൾ ജീവിക്കുന്നതല്ലേ? സ്വയം അധ്വാനിച്ചല്ലേ, സ്വയം നയിച്ചല്ലേ നമ്മുടെ കുടുംബത്തെ പോറ്റുന്നത്. നമ്മൾ ആരെ പേടിക്കുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കും. വളരെ ഗൗരവമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലകൊണ്ടാൽ മനസ്സിന് ലഭിക്കുന്ന ഒരു ധൈര്യമുണ്ട്. അത് പൈസ കൊടുത്താൽ കിട്ടൂല. അത് റബ്ബ് നൽകുന്ന വല്ലാത്തൊരു സ്ഥൈര്യമാണ്, ഒരു ഉറപ്പാണ്. അത് റബ്ബിൽ തവക്കുലാക്കിയാൽ മാത്രം കിട്ടുന്ന ഒരു കരുത്താണ്. അതൊരു നട്ടെല്ലാണ്, അതൊരു ആണത്തമാണ്. ആ ആണത്തം ആരും വെച്ചുകൊട്ടി കൊടുക്കേണ്ട, സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. താൻ ജീവൻ പോലെ തുല്യം സ്നേഹിക്കുന്ന തൗഹീദിലെ സുന്നത്തിലെ ജീവനായി കരുതുന്നുവെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് മാത്രം, അല്ലാത്തവർക്ക് നിഫാഖിന്റെ കളി കളിക്കുന്നവർക്ക് ആ റൂട്ടിൽ പോകാനേ പറ്റൂ. അവരെപ്പോഴും ആടിക്കളിച്ചുകൊണ്ടേയിരിക്കും, ഒന്നിൽ സ്ഥിരത ഉണ്ടാവില്ല. ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. അതുകൊണ്ട് തന്നെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ആർക്കും ലഭിക്കാത്തൊരു സ്ഥാനം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലഭിച്ചത്. തന്റെ എല്ലാമായ റസൂൽ ലോകത്ത് നിന്ന് വിട പറയാൻ സമയമായി എന്ന ഖുത്ബയിൽ അവിടുന്ന് സൂചിപ്പിച്ചപ്പോൾ ആകെ തകർന്നു പോയ അബൂബക്കർ, ചെറുപ്പക്കാരായ സ്വഹാബികൾ പറഞ്ഞ ഇബ്നു ഉമറിനെ പോലെയുള്ളവർ, ഞങ്ങളുടെ കൂട്ടത്തിൽ മൂലക്കിരുന്ന ഷെയ്ഖ്, ഒരു വൃദ്ധൻ കരയുന്നുണ്ട്. ഞങ്ങളൊക്കെ തിരിഞ്ഞു നോക്കിയപ്പോൾ മൂലക്കിലാണ് ഇരിക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പറഞ്ഞത് എന്താണെന്ന് ആർക്കും മനസ്സിലായില്ലെങ്കിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലായിട്ടുണ്ട്. റസൂൽ വഫാത്താകാൻ പോവുകയാണ് അല്ലേ? അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കരഞ്ഞത് കണ്ട നബി മിമ്പറിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ചെന്ന് അബൂബക്കറിനോട് പറഞ്ഞു, യാ അബൂബക്കർ ലാ തബ്കി, അബൂബക്കറെ കരയല്ല. ഇന്നമന്നാസി അലയ്യ ഫീ സുഹബത്തിഹി വമാലിഹി അബൂബക്കർ, ജനങ്ങളിൽ ഏറ്റവും എന്നോട് കരുണ കാണിച്ച, സമ്പത്ത് കൊണ്ടും സഹായം കൊണ്ടും എന്നോട് കരുണ കാണിച്ചത് അബൂബക്കറാണ്. വലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്നും ഞാൻ ഒരു സുഹൃത്തിനെ സ്വീകരിക്കുമായിരുന്നെങ്കിൽ ലത്തഖദതു അബൂബക്കർ, അബൂബക്കറിനെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിക്കും. വലാകിൻ ഉഖ്വത്തുൽ ഇസ്ലാമി ഉമ്മത്തുഹു, പക്ഷേ ഇസ്ലാമിന്റെ പേരിലുള്ള സ്നേഹവും അതിന്റെ പേരിലുള്ള ഇഷ്ടവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും അല്ലേ? ഇന്നഹു ലൈസ മിനൻ നാസി അഹദൻ മാ മന്ന അലയ്യ ഫീ നഫ്സിഹി വമാലിഹി മിൻ അബീ ബക്കർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ധനത്തെക്കാൾ, അദ്ദേഹത്തിന്റെ സുഹൃത്ത് ബന്ധത്തെക്കാൾ ലോകത്തെ എനിക്ക് ഒരാളുടെയും സുഹൃത്ത് ബന്ധവും ധനവും ഉപകരിച്ചില്ല. വലാകിൻ ഖുല്ലത്തുൽ ഇസ്ലാം, ഇസ്ലാമിലെ സൗഹൃദമാണ് അഫ്ളൽ, ഇസ്ലാമിലെ സൗഹൃദമാണ് ഏറ്റവും അഫ്ളൽ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മസ്ജിദ് നബവിയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരുമ്പോൾ ഓരോ സ്വഹാബിക്ക് കടന്നു വരാൻ ഓരോ ഡോറുണ്ട്. റസൂലിന്റെ അന്ത്യ സമയങ്ങളിൽ റസൂൽ പറഞ്ഞു, എല്ലാ വാതിലുകളും അടച്ചേക്കും, അബൂബക്കർ കടന്നു വരുന്ന വാതിൽ മാത്രം നിങ്ങൾ തുറന്നിട്. പലരും ചോദിച്ചു, റസൂലേ, എന്താ ഞങ്ങളോടങ്ങനെ നിങ്ങൾ വേർതിരിവ് കാണിച്ചതാണോ? റസൂലിന്റെ മറുപടി തരും. റസൂൽ പറഞ്ഞൊരു വാക്ക്, ഞാനല്ല ആ ഡോർ അടച്ചത്, അതുപോലും ആ ഡോർ അടയ്ക്കാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങളോട് സ്നേഹം ഉണ്ടായിട്ടല്ല, പിന്നീട് അബൂബക്കറിന്റെ വിഷയത്തിൽ അള്ളാഹ് എന്നോട് പറഞ്ഞതാണ്. മഹാനായ റസൂലിന്റെ വാക്ക് ആലോചിച്ചു നോക്കണം. അദ്ദേഹത്തോടായിരുന്നു റസൂലിന്റെ അന്ത്യനിമിഷങ്ങളിൽ നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ നിർദ്ദേശിച്ചതും അതേപോലെ തന്നെ പറഞ്ഞതും. റസൂലിന്റെ കാലശേഷം അവിടുത്തെ അടുത്ത പകരക്കാരനാണെന്ന് അവിടെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കാന മുസ്തഖലിഫൻ ലബിസ്തഖലഫഹു ഖാല അബൂബക്കർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് നബിക്ക് പകരക്കാരനെ ഒരാളെ റസൂൽ നിശ്ചയിക്കുമായിരുന്നെങ്കിൽ അബൂബക്കർ, സുമ്മ ഉമർ, പിന്നീട് ഉമർ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു. ആ ഒരു അംഗീകാരം മാനയ ഖലീഫ ഉമർ അംഗീകരിച്ചിരുന്നു. അലാ ഇന്ന അഅമ ഹാദിഹിൽ ഉമ്മത്തി ബഅദ നബിയിഹാ അബൂബക്കർ. അറിയണം ജനങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ അബൂബക്കറാണ്. അത് ഉമർ റളിയല്ലാഹു അൻഹു അംഗീകരിച്ചിരുന്നു. നോക്കണം, ഒരു ഭരണാധികാരി എന്ന നിലയിൽ പരമാവധി സൂക്ഷ്മതയും തഖ്വയും പുലർത്തി ജീവിച്ചതായിരുന്നു അദ്ദേഹം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം അദ്ദേഹം ഭരണം കൈയാളി.
നല്ല വർഷം, നല്ല ഒരു കാലഘട്ടം അദ്ദേഹം കൃത്യമായി അദ്ദേഹം ഇസ്ലാമിക ഭരണം നടത്തി നീതിമാനായി അദ്ദേഹം രാജ്യം ഭരിച്ചു. ആ വ്യക്തിയിൽ ഒട്ടേറെ പഠിക്കാനും പകർത്താനും നമുക്കേറെയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഏറെ സ്നേഹിച്ച ഏറ്റവും നല്ല മനുഷ്യൻ എന്ന നിലയിൽ വാഴ്ത്തിയ ആ മഹാനുഭാവന്റെ ജീവിതത്തിൽ അവിടെ നിന്ന് പഠിക്കാനും പകർത്താനും അത് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരു ഭരണാധികാരി എന്ന നിലയിൽ പരമാവധി സൂക്ഷ്മത, തഖ്വ അദ്ദേഹം ജീവിതത്തിൽ പുലർത്തിയിട്ടുണ്ട്. റസൂലിന്റെ വഫാത്തിന് ശേഷം ഭരണാധികാരിയായ അദ്ദേഹം ഇസ്ലാമിന്റെ സ്ഥാനമേൽക്കുമ്പോൾ അദ്ദേഹം നടത്തിയൊരു പ്രസംഗമുണ്ട്. വളരെ ശ്രദ്ധേയമായ, ചരിത്രത്തിൽ വളരെ ശ്രദ്ധേയമായ പ്രസംഗമാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, നിങ്ങളുടെ നേതാവായി നിങ്ങൾ എന്നെ, നിങ്ങളുടെ കാര്യം എന്നെ ഏൽപ്പിച്ചിരിക്കുക. അദ്ദേഹം പറയുന്ന വാക്ക്, ഞാൻ നിങ്ങളെക്കാൾ നല്ലവനല്ല, ഞാൻ നിങ്ങളെക്കാൾ നല്ലവനല്ല. ഞാൻ നല്ല കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്നെ സഹായിക്കണം. ഞാൻ ചെയ്യുന്ന തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നെ ശരിയാക്കണം. ഇതിന്റെ വാക്കാണ്. സിദ്ഖ് എന്ന് പറഞ്ഞാൽ അമാനത്താണ്, സത്യസന്ധത അത് അമാനത്താണ്. കളവെന്ന് പറഞ്ഞാൽ വഞ്ചനയാണ്. ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന, അവർക്ക് വേണ്ടി ജീവിച്ച എന്തുകൊണ്ടും മാതൃകായോഗ്യനായ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മറുപടി, നിങ്ങളിൽ ദുർബലരായി കാണുന്ന ആളുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം അവർ ശക്തരാണ്. അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ പാവപ്പെട്ടവന്റെ ഹക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. നിങ്ങളിൽ കരുത്തരെന്ന് കാണുന്ന ആളുകൾ എന്നെ സംബന്ധിച്ചോളം ദുർബലരാണ്. അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ആവശ്യങ്ങൾ ഞാൻ നിറവേറ്റി കൊടുക്കും. അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം അതിന് ചെയ്യാനുള്ള അതിന് ചാൻസ് കിട്ടിയ ഒരു കൗമും അത് ഉപേക്ഷ വരുത്തിയാൽ അല്ലാഹു അവർക്ക് നിന്ദനയും അവർക്ക് എല്ലാവിധ പ്രയാസങ്ങളും ഉണ്ടാക്കി കൊടുക്കും. വലിയൊരു പ്രസംഗമാണ്. ആയിക്കട്ടെ, അദ്ദേഹം പറഞ്ഞ അള്ളയും റസൂലും അള്ളാഹുവിനെ റസൂലിനെ ഞാൻ അനുസരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ എനിക്ക് തന്നെ അനുസരിക്കാം. ഞാൻ അള്ളാഹു റസൂലിന് വിരുദ്ധമായി നിങ്ങൾ അനുസരിക്കാൻ പാടില്ല, അല്ലേ? അതാണ് സമ്പൂർണ്ണ ജനാധിപത്യ ഭരണം. അതല്ലാതെ ജനദ്രോഹ നിയമം, ജനങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുക, തന്റെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഭരണാധികാരിയല്ല മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത് വെറുതെ അദ്ദേഹം പറഞ്ഞത് നടപ്പിലാക്കി കാണിച്ചു കൊടുത്തു. തന്റെ ഭരണകാലത്ത് സകാത്ത് കൊടുക്കാൻ വിസമ്മതിച്ച ചില ആളുകളെ അദ്ദേഹം പിടിച്ചു കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞു, അതിപ്പോഴുണ്ടല്ലോ, 5 വക്ത് നമസ്കാരം ഉണ്ടാവും. സകാത്തിന്റെ കാര്യം പറയുമ്പോൾ ഇല്ലാത്ത കുറെ ആളുകളുണ്ട്. അവർ ആകെ വിചാരമുള്ള നിസ്കാരമാണ് ദീൻ എന്നാണ്. ഞാൻ അപ്പുറം വേറൊന്നുമില്ല. 33 തവണ അല്ലാഹു ഖുർആനിൽ നമസ്കാരത്തെ പറ്റിയും സകാത്തിനെ പറ്റി കണക്ട് ചെയ്ത് പറഞ്ഞു. 33 തവണ നമസ്കാരം കൃത്യമായി 5 വക്ത്, സക്കാത്തോ അതിനെ പറ്റിയൊരു മുണ്ടാട്ടമില്ല. അങ്ങനെ നമ്മൾ ആകരുത്. ഇതിനിടയിൽ വേദന കാണിച്ചവരോട് ഞാൻ യുദ്ധം ചെയ്യുമെന്ന് അദ്ദേഹം പറയും, അല്ലേ? അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലൗ മനഊനി ഇഖാലൻ, ഒരു ഒട്ടകത്തിന്റെ കയറാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവർ കൊടുത്തിരുന്ന സക്കാത്തിന്റെ പേരിൽ എനിക്ക് മുടക്കുകയാണെങ്കിലും ലൗ ഖാതിലന്നഹും, അവരോട് ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു കാര്യമുണ്ട്, അല്ലാഹുവാണ് ഫഅറഫ്തു അന്നഹുൽ ഹഖ്, അപ്പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് മനസ്സുകൊണ്ട് ബോധ്യമായിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ഞങ്ങളെ പഠിപ്പിച്ചത്. ഖലീഫയായ ശേഷവും അദ്ദേഹത്തിന്റെ ബലിയത്തിന്റെ ലാളിത്യത്തിന് ഒരു കുറവും വന്നിട്ടില്ലായിരുന്നു. ആടിനെ കറക്കാൻ പോകുമായിരുന്നു അടുത്തുള്ള വീട്ടിൽ. അപ്പൊ ആ സ്ത്രീ ചോദിക്കുകയാണ്, താങ്കൾ ഖലീഫയല്ലേ, രാജാവല്ലേ, ഇപ്പോഴും ആടിനെ കറക്കുകയാണോ? അദ്ദേഹം പറഞ്ഞ മറുപടി, എന്താ ഈ പ്രശ്നം? ഞാൻ ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി കറക്കും. എന്റെ ഈ സ്ഥാനമാനം, ഞാൻ ചെയ്യുന്ന സേവനങ്ങൾക്ക് ഒരിക്കലും തടസ്സമാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞ വാക്കാണ്, അല്ലേ? 2 വർഷവും 3 മാസവും അദ്ദേഹം ഭരണം നടത്തി. ബൈത്തുൽ മാൽ, മുസ്ലിങ്ങളുടെ പൊതു ഖജനാവ് ആദ്യമായി ഉണ്ടാക്കിയ അദ്ദേഹമാണ്. ആദ്യമായി വിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ചു. പ്രവാചകൻ തയ്യാറാക്കി നിർത്തിയ ഉസാമയുടെ സൈന്യത്തെ അവിടത്തിന് വഫാത്തിന് മുമ്പേ തന്നെ റോമക്കാരുമായി യുദ്ധത്തിന് അദ്ദേഹം അയച്ചിട്ടുണ്ട്.
ഏറെ വിവാദമുണ്ടാക്കിയ കള്ളപ്രവാചകൻ മുസൈലിമത്തുൽ കദ്ദാബിനെ അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് കൊന്നത്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ റോമയും ഇറാഖിന്റെ ഭൂരിഭാഗ പ്രദേശങ്ങളും സിറിയയും ഇന്നത്തെ സിറിയ അടക്കം ഇസ്ലാമിന്റെ ഭരണത്തിന് കീഴിലാക്കിയ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് റസൂലിന്റെ തിരുനാവ് കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ അബൂബക്കറും ഫിൽ ജന്ന, സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ. 4 ഭാര്യമാര് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഒന്ന് ആമിർ, അവര് മുഹാജിറത്താണ്, മുസ്ലിമത്താണ്. ആയിഷയുടെയും അബ്ദുറഹ്മാന്റെയും ഉമ്മയാണ്. അതിനു മുമ്പ് അദ്ദേഹം വിവാഹം കഴിച്ചിരുന്ന ഒരു സ്ത്രീ ഉണ്ടായ കുട്ടിയാണ് നേരത്തെ പറഞ്ഞ അസ്മാ ബിൻത് അബൂബക്കർ. പിന്നീട് അദ്ദേഹം അസ്മാ ബിൻത് ഉമൈസിനെ വിവാഹം കഴിച്ചു. അതേപോലെ തന്നെ ജഅഫർ ബിൻ അബീ താലിബിന്റെ വിധവയായ ഭാര്യയെ വിവാഹം കഴിച്ചു. അതുപോലെ ഹബീബ ബിൻത് ഖാരിജയെ വിവാഹം കഴിച്ചു. പലരെയും 6 അങ്ങനെ 4 പേരെ ചരിത്രത്തിൽ കാണാൻ കഴിയും അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുണ്ട്. യർമൂക്ക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇഹലോകവാസം കഴിഞ്ഞത്. തന്റെ സതീർത്ഥ്യൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ പ്രായം 63-ാം വയസ്സായിരുന്നു മരിക്കുമ്പോൾ. ഒരു പുരുഷായുസ് മുഴുവൻ ദീനിനു വേണ്ടി സമർപ്പിച്ച് അള്ളാഹുവിന്റെ തൃപ്തി നേടി ലോകം കണ്ട ഏറ്റവും നല്ല മനുഷ്യന്റെ ഉറ്റ തോഴനായി ലോക പണ്ഡിതയായ മകൾ ആയിഷയെ തന്റെ ആത്മമിത്രത്തിന് വിവാഹം ചെയ്തു കൊടുത്ത് അസ്മാ എന്ന നല്ലൊരു മകളെയും ലോകം അറിയപ്പെട്ട ഒരു പണ്ഡിതനായ അബ്ദുറഹ്മാൻ എന്നൊരു മകനെയും ആ മക്കളെ ലോകത്തിന് സമ്മാനിച്ച് സംതൃപ്തിയുടെ റസൂലിന്റെ ഖബറിന്റെ ചാരെ അന്തിയിറങ്ങിയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിലല്ലേ ശിർക്ക് സ്ഥാപിക്കാൻ വേണ്ടി ഇന്നും കള്ളക്കഥകൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ മയ്യിത്ത് കൊണ്ടുവച്ചു പോലും അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള കളവാണ്. അദ്ദേഹം മരണ നേരത്തെ അലിയോട് പറഞ്ഞത്രേ, അലിയെ എന്നെ കുളിപ്പിക്കണം, താങ്കൾ എന്നെ കുളിപ്പിക്കണം, കുളിപ്പിച്ചിട്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് കൊണ്ടുവെക്കണം, എന്നിട്ട് അനുവാദം ചോദിക്കണം. അനുവാദം കിട്ടുകയാണെങ്കിൽ മാത്രം അവിടെ ചാര അടക്കണം, റസൂലിന്റെ ഖബറിനെ അവിടെ അടക്കണം. ഇല്ലെങ്കിൽ എന്നെ എന്ത് ചെയ്യാം, മുസ്ലിങ്ങളുടെ പൊതു ശ്മശാനത്തിലേക്ക് മറവ് ചെയ്യണമെന്ന് പറഞ്ഞു. കള്ളക്കഥ ആലോചിച്ച് നോക്കൂ, ഒരു ഹദീസ് അല്ലല്ലോ, ഇതൊരു അസറാണല്ലോ. ഈ കള്ളക്കഥ പല കിതാബിലും വന്നു പറഞ്ഞതിന്റെ പേരിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തിനാ മരിച്ചവർ കേൾക്കും, മരിച്ചവർ മറുപടി പറയും. ഇത് പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ തുറന്നു അത്രേ. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു അത്രേ, അദ്ഖുലുൽ ഹബീബ ഇലാ ഹബീബിഹി, ആ ഹബീബിനെ ഹബീബിലേക്ക് നിങ്ങൾ ചേർക്കൂ. റസൂൽ പറഞ്ഞത്രേ. ഇത് ഇന്നും ഈ ശിർക്കും ഖുറാഫും പ്രചരിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാർ പറയാൻ റബ്ബിനെ ഒരു തരിമ്പും പേടിയില്ലാത്തവർ ഇന്നും അദ്ദേഹത്തിന്റെ പേരിൽ പറഞ്ഞു നടക്കുന്നുണ്ട്. പരലോകത്ത് ഭയപ്പെടട്ടെ എന്ന് പറയാനുണ്ട്. ശിർക്ക് സ്ഥാപിക്കാനല്ലേ റസൂലിനോട് ഇസ്തിഗാസ നടത്തി, റസൂൽ ഖബർ കൊടുത്തു, റസൂൽ സഹായിച്ചു, മരിച്ചവരെ സഹായിക്കും, കേൾക്കും എന്ന് പറയാൻ വേണ്ടിയില്ലേ ഈ കള്ളക്കഥകളുടെ പേരിൽ പറയുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ മയ്യിത്താര കുളിപ്പിച്ചത് അസ്മാ ബിൻത് ഉമൈസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. കള്ളക്കഥയിൽ പറഞ്ഞ അലി ഇബ്നു അബീ താലിബാണ്. വ്യക്തമായ ഹദീസിൽ അത് ആ സ്ഥിരപ്പെട്ടിട്ട് പോലും കള്ളക്കഥ എന്തിന് പ്രചരിപ്പിക്കണം? അള്ളാന്റെ റസൂൽ ശിർക്ക് പ്രചരിപ്പിക്കുന്നവർ, അള്ളാന്റെ പേരിൽ ശിർക്ക് പ്രചരിപ്പിക്കുന്നവർക്ക് ആരെ പേരിൽ ശിർക്ക് പറഞ്ഞുകൂടാ, പ്രചരിപ്പിച്ചുകൂടാ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാന്മാരായ സഹാബത്തിന്റെ ജീവിതം നേർക്കുനേരെ മുഹമ്മദിനെ പറ്റി പറഞ്ഞാൽ ഇനിയൊരു പാടുണ്ട്, കയ്യിൽ നമുക്ക് പറഞ്ഞു നിൽക്കാനുണ്ട്. ആ മഹാന്മാർ ജീവിച്ച് കാണിച്ച മാതൃക, അല്പം പോലും വെള്ളം ചേർക്കാതെ ദീനനുസരിച്ച് ജീവിക്കാൻ പരമാവധി ഉൾക്കൊണ്ട സത്യം, അതിനോട് നമ്മൾ മനസാക്ഷിയോട് നമ്മൾ കൂറ് കാണിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നത് എപ്പോഴെന്നറിയോ? നമ്മളെ മനസാക്ഷിക്കൊന്ന് നമുക്ക് പ്രവർത്തിക്കുമ്പോഴാണ്. മനസ്സിൽ നിറയെ ദീനിനോട്, യഥാർത്ഥ തൗഹീദിനോടൊക്കെ സ്നേഹമുണ്ടെങ്കിലും പക്ഷെ അത് പുറത്ത് കാണിക്കാൻ ഇപ്പോഴും പിശുക്ക് കാണിക്കുന്നവരും ഇപ്പോഴും ഇങ്ങനെ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന ആളുകൾ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഈമാൻ കാര്യമായി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹു നമ്മുടെ ഈമാൻ നന്നാക്കി തരുമാറാകട്ടെ. ഏത് സാഹചര്യത്തിലും ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് പിൻപറ്റി ജീവിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ വന്ന പിഴവുകൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ മരിച്ചവർക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ രോഗികളായി കിടക്കുന്ന ആളുകൾ അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ആയുസ്, ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. സുന്നത്ത് കലയിൽ നമ്മുടെ പ്രവർത്തകൻ ഇവിടെ വന്നിട്ടുണ്ട്. വേറെ സുഹൃത്തിൻ്റെ വളരെ പ്രയാസകരമായ ആരോഗ്യസ്ഥിതിയാണ് ഉള്ളത്. അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യാം. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകുമാറാകട്ടെ. സാമ്പത്തിക സഹായം കഴിയുന്നവരെല്ലാവരും ചെയ്യുക. അല്ലാഹു والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.